ഹൃദയതാളം. രചന സ്മിത രാജൻ പാല. അവതരണം ജോ വർഗീസ്. ചമേലി ഒരു കറുത്ത കളർ സാരിയാണ് അന്നുടുത്തത്. എന്താണ് ഇന്നൊരു മാറ്റം? കല്ലിച്ചേച്ചി ഇതുവെല്ലാം കാണുന്നുണ്ടോ ആവോ? എനിക്ക് തോന്നുന്നത് ഇന്ന് മിസ്റ്റർ ജോ വരുന്നുണ്ട് എന്നാണ്. അതല്ലേ ഈ ഒരുക്കത്തിന് പിന്നിലെ ഒരു രഹസ്യം? അല്ലെങ്കിലും നിനക്ക് ചേരുന്നത് ജോ തന്നെയാണ്. എന്തൊരു ഭംഗിയാ കാണാൻ! ഓഹ്, ആ താടിയും മുടിയും കണ്ണെടുക്കാൻ തോന്നൂല. ആഹാ, പറഞ്ഞു കേട്ടിട്ട് സത്യത്തിൽ ആരാണ് ജോയുടെ ഫാൻ? കല്ലിച്ചേച്ചി തമാശ രൂപേണ ചോദിച്ചു. എന്തായാലും ഈ ആമി അല്ലേ? ആമി തനേ പറഞ്ഞു. ചമേലി ജോലി ചെയ്യുന്ന കമ്പനിയിലെ CEO ആണ് ജോ. അദ്ദേഹം ചമേലിയുടെ കഴിവിനെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് വളരുവാനുള്ള ചിറകുകൾ നൽകിയത് പോലും അയാളാണ്. അയാൾ സ്വയം അവളുടെ ഒരു മെന്ററായി മാറുകയായിരുന്നു. അത് പിന്നീട് പ്രണയമായി മാറുകയാണ്. അവന്റെ ഇഷ്ടം അവൾക്ക് പണ്ടേ മനസ്സിലായതാണ്. പക്ഷേ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഒന്ന് അറയ്ക്കുമല്ലോ. ശരിക്കും പറഞ്ഞാൽ അവളുടെ ബുദ്ധിശക്തിയിലും ആത്മവിശ്വാസത്തിലുമാണ് അയാൾ ആകൃഷ്ടനായത്. 2 ദിവസം മുമ്പാണ് അയാൾ അവളോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞത്. അന്ന് ഒരു പൊതുവേദിയിൽ അവൾക്ക് പ്രസംഗിക്കേണ്ടി വന്നു. അന്ന് എല്ലാവരും അവളെ അഭിനന്ദിക്കുകയും ചെയ്തു. അത്ര മനോഹരമായിരുന്നു അവളുടെ പ്രസംഗം. ജോ അവളെ അഭിനന്ദിക്കുന്നതിനാണ് അരികിലേക്ക് ചെന്നത്. പക്ഷേ പറഞ്ഞു വന്നത് മറ്റൊന്നാണ്. ചമേലി, ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു. ഈ അഭിമാനം ജീവിതത്തിലുടനീളം കിട്ടുവാൻ നീ എന്നെ ഒന്ന് സഹായിക്കാമോ? അത്രമാത്രം നീ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മറ്റൊന്നിനും എൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ നീ അനുവദിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും ചമേലി? ഇത് നിനക്ക് ഞാൻ തരുന്ന ഒരു പുതിയ പ്രോജക്റ്റാണ്. നീ അത് ഒന്ന് നോക്കി ശരിയാക്കി തരണം. അത്രയും പറഞ്ഞ് ജോ ഒരു ചെറു പുഞ്ചിരിയോടെ മുന്നോട്ടേക്ക് നടന്നു. ജോയുടെ പ്രണയം മനസ്സിലാവാത്തത് കൊണ്ടല്ല, ബെൻ മനസ്സിൽ നിന്ന് പടിയിറങ്ങുന്നില്ല. അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ചമേലി ഓഫീസിലേക്ക് പോയി. ആ സാരിയിൽ അവൾ പതിവിലും സുന്ദരിയായി തോന്നി. ജോയെ തനിക്കിഷ്ടമാണ്, പക്ഷേ ഇനിയും കരയാൻ വയ്യ. കണ്ണീരും ബാക്കിയില്ല. ഓഫീസിലെത്തിയപ്പോൾ എല്ലാവരും അവളുടെ അരികിലേക്ക് വന്ന ആശംസകൾ അറിയിച്ചു. എന്തിനാ എല്ലാവരും എന്നോട് ആശംസ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബോസിന്റെ അരികിലേക്ക് ചെല്ല്, അദ്ദേഹം പറയും. അവൾ വേഗം ജോയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. മെയ് കമിൻ സർ? കം കം. ചമേലി മെല്ലെ അകത്തേക്ക് ചെന്നു. അവൾക്ക് നേരിയ വിറയലുണ്ടായിരുന്നു. ആശംസകൾ ചമേലി. ഇത് ആദ്യത്തെ തവണയല്ല നീ വിദേശത്തേക്ക് പോകുന്നത്. എന്നാലും ഇത്തവണ പോകുന്നത് ഒരു വലിയ കമ്പനിയിലേക്കാണ്. UK-യിലുള്ള ബ്രിട്ടീഷ് കമ്പനി. അവിടെ ചീഫ് ലീഗൽ എക്സ്പേർട്ട് ആയിട്ടാണ് പോകുന്നത്. അവരുടെ കമ്പനിയിൽ പെട്ടെന്നുണ്ടായ എന്തോ ഒരു വലിയ ഇഷ്യൂ. UK-യിൽ ഉണ്ടായിരുന്ന പലരും ശ്രമിച്ചു. ഒടുവിൽ ആരോ തന്റെ പേര് സജസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് താൻ അവരുടെ അതിഥിയായി പോകുന്നത്. ഇന്ന് നൈറ്റ് 10 മണിക്കാണ് ഫ്ലൈറ്റ്. അയ്യോ സർ, ഞാനങ്ങനെ ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കും എനിക്കറിയില്ല സർ. ആരാണ് എന്റെ പേര് പറഞ്ഞത്? എന്നെ കളിയാക്കാൻ ആരെങ്കിലും ചെയ്തതാവും. എടോ, താൻ ആരോടായി സംസാരിക്കുന്നത്? അന്ന് അമേരിക്കയിൽ പോയി അവിടുത്തെ പ്രശ്നം പരിഹരിച്ചത് ആരായിരുന്നു? പിന്നെയാണോ ഇത്? അവരുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. താൻ അല്പം ഒന്ന് ഹോംവർക്ക് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമാണ്. എന്തെങ്കിലും ആവശ്യം വന്ന ഒരു കോളിനപ്പുറം ഞാനിവിടെ ഉണ്ടാവും. താൻ ഉയർന്നു പറക്കണോ. തന്റെ ചിറകുകൾ ഒരിക്കലും തളരാൻ ഞാൻ സമ്മതിക്കില്ല. പോകുവാനുള്ള കമ്പനിയുടെ ഡീറ്റെയിൽസും വിവരങ്ങളും ഞാൻ മെയിലിലേക്ക് അയച്ചേക്കാം. തന്റെ കൂടെ 2 പേരെ കൂടി അയക്കുന്നുണ്ട്. എല്ലാ ചെലവും അവര് തന്നെയാണ് സ്പോൺസർ ചെയ്യുന്നത്. തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന 2 പേരെ സെലക്ട് ചെയ്യൂ. ഒരു മെയിലും ഒരു ഫീമെയിലും. ജോ വരുന്നു.
അവൻ വിശ്വസിക്കാനാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ സ്വപ്നം കാണുകയാണോ, അതോ ആരേലും അങ്ങനെ എന്നെ പറഞ്ഞു പറ്റിക്കുകയാണോ? തൻ്റെ കൂടെ വരാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഞാനാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നങ്ങൾ തനിക്കറിയാലോ. ഒരു ദിവസം ഞാൻ മാറി നിന്നാൽ എല്ലാം അവതാളത്തിലാവും. തൻ്റെ കൂടെ കറങ്ങാൻ വന്ന് ഞാൻ ഇവിടെ തിരിച്ചു വരുമ്പോ എൻ്റെ കമ്പനി ഉണ്ടാവില്ല. എന്തായാലും താൻ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നത് എനിക്ക് അഭിമാനമാണ്. നമ്മുടെ കമ്പനിയുടെ പേര് പ്രശസ്തമായി. എന്തായാലും താൻ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോളൂ. ആരാണ് കൂടെ വരേണ്ടതെന്നും തീരുമാനിക്കണം. ഒരു 10 മിനിറ്റ് ഞാൻ ആലോചിച്ചിട്ട് പറയാം. അവൾ അവളുടെ ക്യാബിനിലേക്ക് പോയി. രേണുക അവിടെ ക്ലീൻ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പുറത്ത് കുറച്ചു നേരം നിന്നു. അപ്പോഴാണ് സോഫിയ അവളുടെ അരികിലേക്ക് വരുന്നത്. വന്ന നാൾ മുതൽ അവളുമായി ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ഇന്നും ജസ്റ്റിനുമായിട്ട് വഴക്കുണ്ടാക്കിയോ? എന്തിനാണോ ഇതുപോലെ വഴക്കുണ്ടാക്കുന്നത്? ഈ പ്രണയം എന്ന് പറയുന്നത് വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഏർപ്പാടാണ് എന്ന് നിങ്ങളെ കാണുമ്പോഴാട്ടോ എനിക്ക് മനസ്സിലാവുന്നത്. അയ്യോ മാഡം, അങ്ങനെ ഒന്നും പറയല്ലേ. ഞങ്ങൾ തമ്മിൽ പരസ്പരം വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വഴക്കുണ്ടാക്കുന്നത് ഒരു രസമല്ലേ? ഈ വഴക്കുകളെല്ലാം തമാശയ്ക്ക് വേണ്ടി മാത്രമാണ്. ശരി ശരി, എനിക്ക് അത്യാവശ്യമായി ജസ്റ്റിനെ ഒന്ന് കാണണം. ഞാൻ അവനെ എൻ്റെ കൂടെ കൊണ്ടുപോവുകയാണ് UK-യിലേക്ക്. എന്നെ സഹായിക്കാൻ അവന് കഴിയും. കുറച്ച് ദിവസത്തേക്ക് നിന്നെ ഞാൻ ഫ്രീ ആക്കുകയാണ്. അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം വല്ലാതെയായി. സങ്കടം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അവനെ കാണാതെ ഞാൻ എങ്ങനെ ഇരിക്കും ഇവിടെ? എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? എങ്കില് നീയും കൂടി പോരെ? ഇന്ന് രാത്രിയിൽ പോണം. പെട്ടെന്ന് വിട്ടോ. എല്ലാം പാക്ക് ചെയ്യ. ജസ്റ്റിനോട് നീ ഇങ്ങോട്ടേക്ക് വരാൻ പറ. കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. സോഫിയ വേഗം ചമേലിയെ കെട്ടിപ്പിടിച്ച് അവളുടെ കവിളിൽ ഉമ്മ കൊടുത്തു. അയ്യേ, ഈ പെണ്ണിന്റെ ഒരു കാര്യം, ചമേലി ഒരു ചെറു ചിരിയോടെ പറഞ്ഞു. ചമേലി അകത്തേക്ക് നടന്നു. ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് മെയിലിലുണ്ടായിരുന്ന കാര്യങ്ങൾ പരിശോധിച്ചു. ജോ അയച്ച ഫോൾഡർ തുറന്നു. അപ്പോഴേക്കും ജസ്റ്റിനും വന്നു. അവൾ വിവരങ്ങളെല്ലാം ജസ്റ്റിനെ കൂടി കാണിച്ചു കൊടുത്തു. ഒരു പേപ്പർ എടുത്ത് ചില വിവരങ്ങൾ അവൾ അതിലെഴുതി. ജസ്റ്റിൻ ഓരോന്നായി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല. മനസ്സാകെ അസ്വസ്ഥമാണ്. ബെന്നാണ് അതിന് കാരണം. മാലിക്കിനെ കുറിച്ച് പറഞ്ഞ ആ കാര്യം അവന് എങ്ങനെ തോന്നി അത് പറയാൻ? അവൾക്ക് വല്ലാത്ത തലവേദന അനുഭവപ്പെട്ടു. അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അവൾ റൂമിലേക്ക് ഇറങ്ങി. പോകുന്ന വഴി ആമിയെ ഫോണിൽ വിളിച്ചു. കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. ഒരു മാളിലേക്കാണ് അവൾ പോയത്. ആമി അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. 10 മിനിറ്റിനുള്ളിൽ അവൾ എത്തി. പെട്ടെന്ന് തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോയി. പുതിയ മോഡലിലുള്ള ബാഗേജ് ജീൻസും ടോപ്പുമാണ് അവൾ കൂടുതലായി വാങ്ങിയത്. നമുക്ക് പെട്ടെന്നൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയാലോ? ഈ പുരികം ഒന്ന് ഷേപ്പ് ചെയ്യാം. എത്ര നാളായിട്ട് ഞാൻ പറയുക. അതെങ്ങനെയാ? തിരക്ക് തിരക്ക് തിരക്ക്. വേണ്ടടാ, ഇപ്പോ അതിനൊന്നും സമയമില്ല. പിന്നെ എൻ്റെ പുരികം കട്ടി കുറയ്ക്കുന്നതും അതൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ നീ പറയുന്ന സംഭവങ്ങളൊക്കെ എനിക്കിഷ്ടമല്ലെന്നേ. എന്തൊക്കെ കെമിക്കലുകളാണ് ഉപയോഗിക്കുന്നത്? എനിക്കുള്ള സൗന്ദര്യമൊക്കെ മതി. ബ്യൂട്ടി പാർലറിൽ പോയുള്ള ഒരു സൗന്ദര്യവും വേണ്ട. മാലിഷ് ബേബി. ചമേലി അവളുടെ കവിളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. ആമി അല്പം ദേഷ്യത്തോടെ അവളെ നോക്കി. ബ്യൂട്ടി പാർലറിൽ പോകുന്നവരെല്ലാം സൗന്ദര്യം കൂട്ടാൻ പോകുന്നതാണ് എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? നമ്മുടെ സ്കിൻ കെയർ വല്ലപ്പോഴും ചെയ്യുന്നതൊക്കെ കുറച്ച് നല്ലതാണ്. എനിക്ക് അത് കുറച്ചുള്ള സൗന്ദര്യം മതി. അതൊക്കെ പോട്ടെ, നമുക്കേ ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഇത് ഒരു വലിയ തലവേദനയാണ്. അവരുടെ കമ്പനിയിലെ ഇഷ്യൂ സോൾവ് ചെയ്യണം. എന്നെ വിശ്വസിച്ചാണ് അവർ വിളിച്ചിരിക്കുന്നത്. ചിലപ്പോ കുറച്ച് ദിവസം അവിടെ തന്നെ താമസിക്കേണ്ടതായിട്ടും വരും. ഇഷ്യൂ എന്താണെന്ന് ഒരു ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ പരിഹരിക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ഏറ്റവും ബെസ്റ്റ് വേണം. കാരണം അവിടെയുള്ള പലരും നോക്കിയതാണ്. അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് എന്നെ വിളിച്ചത്.
അപ്പോ ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കേണ്ട ആമി. അമ്മയൊന്ന് വിളിക്കണം. അമ്മയുടെ അനുഗ്രഹം വേണം. അമ്മയും ചരണും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മുടെ പുതിയ വീട്ടിൽ അവർ താമസിക്കട്ടെ. ഞാൻ നിന്റെ കൂടെ നമ്മുടെ ഇപ്പോഴത്തെ വീട്ടിൽ കൂടാം. ഇടയ്ക്ക് അവരുടെ അരികിലേക്കും പോകാം. അച്ഛനും ഉണ്ടാവും. വീട്ടിലുള്ളവർക്ക് എല്ലാം നിന്നോട് എത്ര കാര്യമാണ്. നിന്റെ ബന്ധു വീട്ടിൽ പോലും നീ പറയുന്നതിനപ്പുറം ഒരു കാര്യവും നടക്കില്ല. എന്താണ് മോളെ ഇതിന്റെ രഹസ്യം? എൻ്റെ വീട്ടില് അവര് പറയുന്നതിനപ്പുറം എനിക്ക് ചലിക്കാൻ പോലും കഴിയില്ല. ഇതിപ്പോ കഴിഞ്ഞ ദിവസം നിന്റെ ബന്ധുക്കളിൽ ഒരാൾ വിളിച്ച് അഭിപ്രായം ചോദിക്കുന്നത് കേട്ടപ്പോ ഞാൻ പോലും ഞെട്ടിപ്പോയി. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും മനുഷ്യരുണ്ടോ എന്നത് എനിക്കൊരു അത്ഭുതമായിരുന്നു. അതിന്റെ പിന്നിൽ പഴയ ചമേലിയുണ്ട് മോളെ. അതൊക്കെ പിന്നെ സംസാരിക്കാം. രാത്രിയിൽ ഞങ്ങളെ എയർപോർട്ടിൽ നീ കൊണ്ടുപോയി ആക്കില്ലേ? സോഫിയും ജസ്റ്റിനും അങ്ങോട്ടേക്ക് വന്നോളും, നമ്മുടെ വീട്ടിലേക്ക്. അവന്റെ കാർ ഇവിടെ ഇട്ടാൽ മതിയല്ലോ. കമ്പനിയിൽ നിന്ന് ഡ്രൈവറെ അയക്കാമെന്ന് പറഞ്ഞതാണ്. ഞാൻ പിന്നെ പറഞ്ഞു വേണ്ട എന്ന്. ലെനീഷിന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ ചമേലി അത്രയും പറഞ്ഞു നിർത്തി. ഞാൻ കൊണ്ടുപോയിക്കോളാം. നേത്ര ചേച്ചിയെ കൂടി കൊണ്ടുപോകാം. എനിക്ക് തിരിച്ചു വരുമ്പോ ഒരു കമ്പനി വേണമല്ലോ. ചേച്ചിക്കും സന്തോഷാകും. വാങ്ങിച്ച സാധനങ്ങൾ എല്ലാം അവർ ഡിക്കിയിൽ വെച്ചു. കാർ ഞാൻ എടുക്കാം. ആ സമയത്ത് തലയിൽ എന്തെങ്കിലുമൊക്കെ ഉദിക്കുന്നുണ്ടോ എന്ന് നോക്ക്. ചിലപ്പോ ഇങ്ങനെ ധൃതി പിടിച്ച് പോകുന്ന സമയത്തായിരിക്കും എന്തെങ്കിലുമൊക്കെ തെളിഞ്ഞു കിട്ടുന്നത്. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതുപോലെ ചിലപ്പോ ബ്ലോക്കിൽപ്പെട്ട് തല കുലുങ്ങുമ്പോ വല്ലതും വന്നാലോ? നിന്റെ ചളി ഭയങ്കര മോശമാമി. നീ തമാശയാണെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഇക്കിളിയിട്ട് ചിരിപ്പിക്കേണ്ടി വരും. നിന്നെ കെട്ടുന്നവന്റെ കഷ്ടകാലം ഒന്ന് ഓർത്തു നോക്കിക്കേ. അവൻ ചിരിച്ചില്ലെങ്കിൽ നീ അവനെ ഇഞ്ച ചതയ്ക്കും പോലെ ചതയ്ക്കും. ഓഹ്, എനിക്ക് നിങ്ങളെപ്പോലെ വലിയ തമാശയൊന്നും പറയാൻ അറിയില്ലേ. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് തിരിച്ചെടുത്തു പോരെ. പിന്നെ അവൾ ഒന്നും മിണ്ടിയില്ല. എപ്പോഴും എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു ഉടക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചമേലി അവളെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ആമിക്കുട്ടി എത്ര രസമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു കഴിവാണ് കേട്ടോ. ഇത്ര അനായാസം ഈ ബാംഗ്ലൂർ സിറ്റിയിലൂടെ ഡ്രൈവ് ചെയ്യാൻ ഒരു എക്സ്പോർട്ടിന് പോലും സാധിക്കില്ല. അതെ 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 അതെ, കൂടുതൽ തള്ളി മറിച്ച് ഓവറാക്കേണ്ട കേട്ടാ. നിങ്ങളൊക്കെ സാമ്പാർ പോലെ ആയിരിക്കും വണ്ടി ഓടിക്കുന്നത്. എൻ്റേത് രസമാണെങ്കിൽ നിങ്ങളുടേത് സാമ്പാറായിരിക്കും അല്ലേ? അയ്യ, ഇമാതിരിയൊക്കെ കയ്യിലുണ്ടായിരുന്നോ? പെട്ടെന്ന് അത് തന്നെ ഓർത്ത് ചമേലി അല്പസമയം ഇരുന്നു. എടി വെയിറ്റ്, ഒരു വഴി തെളിയുന്നുണ്ട്. രസത്തിൽ നിന്ന് സാമ്പാറിൽ നിന്ന് ഒരു വഴി കിട്ടി. രസത്തിൽ തക്കാളി ഇടാം, സാമ്പാറിലും തക്കാളി ഉണ്ട്. എന്നാൽ അതിടാതെയും ഉണ്ടാക്കാം. രണ്ടും കൂട്ടുകറിയാണ്. കിട്ടി മോളെ കിട്ടി. ചമേലി അല്പം ശബ്ദമുയർത്തിയാണ് വിളിച്ചു കൂവിയത്. നിനക്ക് ഭ്രാന്തായ? പുറത്തുനിന്ന് കാണുന്നവർ വിചാരിക്കും നിന്നെ ഞാൻ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോവുകയാണെന്ന്. അതുകൊണ്ട് മര്യാദക്കിരുന്നേ. ചമേലിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് പോകുന്നതിന്റെ ഒരു ത്രില്ല് കിട്ടിയത്. ബെന്നിന്റെ നാട്, അവിടെ എവിടെയെങ്കിലും അവനുണ്ടാകും. അവൻ നടന്ന വഴികൾ, അവൻ ശ്വസിച്ച വായു, അവന്റെ നാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. അവൾ കണ്ണുകൾ മെല്ലെ അടച്ചു. അവന്റെ കൂടെ അന്ന് ബൈക്കിൽ പോയ അതേ ഫീലിൽ അവൾ ഇരുന്നു. അവിടെ എവിടെയെങ്കിലും വെച്ച് അവനെ കാണാൻ പറ്റുമോ? അവൻ പോലും അറിയാതെ ഒന്ന് കാണാൻ പറ്റിയിരുന്നുവെങ്കിൽ. എന്താണ് വലിയ ആലോചന? ആമി ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ വെറുതെ ഒരാലോചന. ഒന്നിനു വേണ്ടിയുമല്ലാത്ത ഒരാലോചന. ആ, ഇതും ഒരു തരം ഭ്രാന്തിന്റെ വഴിയിൽപ്പെട്ടതാണ്. ബെന്നായിരുന്നില്ലേ നിന്റെ മനസ്സിൽ? നിനക്ക് അവനെ മറക്കാൻ സാധിക്കില്ലല്ലേ? സാരയില്ല, അവന്റെ കല്യാണം കഴിഞ്ഞില്ലേ? എന്തിനു വേണ്ടി ആയിരുന്നാലും അവൻ പോയില്ലേ? ജോൺ, അവൻ നല്ല ആളല്ലേ? എനിക്കറിയാം ബെൻ ഇടയ്ക്ക് നിന്റെ മനസ്സിലേക്ക് വരും. പതിയെ പതിയെ അവനെ നീ മറന്നു തുടങ്ങണം. വണ്ടി അവരുടെ വീടിന്റെ അങ്ങോട്ടേക്കുള്ള വളവിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഒരു ബൈക്ക് ഓവർടേക്ക് ചെയ്തു വന്നത്. പിന്നെ കേട്ടത് ആരുടെയൊക്കെയോ അലർച്ചയായിരുന്നു.